ഹലോ എവരി വൺ, വെൽക്കം ടു മാത്സ് ബൈ ഗോകുൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളേവരും കാത്തിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ട്രിഗണോമെട്രിയുടെ കഴിഞ്ഞ റെയിൽവേ NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ചോദിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളൊരു സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കാണണം നിർബന്ധമായിട്ടും. മാത്സ് ബൈ ഗോകുൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി ജോമെട്രിയുടെ, മെൻസുറേഷൻ, ഓൾജിബ്ര, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ് മാത്സിലെ ടോപ്പിക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നപ്പോൾ നമുക്ക് എന്താണ്, ഇന്ന് നമ്മൾ നമ്മുടെ ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്സ് ബൈ ഗോകുൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ SSC റെയിൽവേയുടെ മാത്സിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കും. സോ എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ജോയിൻ ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാം ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇക്വേഷൻസ് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതാനുള്ള ഒരു നോട്ട്ബുക്ക് വേണം. അതിലെല്ലാ ഇക്വേഷൻസും എഴുതുക. ഡെയിലി നമ്മൾ റിവൈസ് ചെയ്യണം, എഴുതി പഠിക്കണം. ഫിഗറുകൾ ഉണ്ടെങ്കിൽ ഫിഗറുകൾ വരച്ച് അടയാളപ്പെടുത്തി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ ആദ്യമായിട്ട് കടക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയുടെ NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്കാണ്. സോ വിത്തൗട്ട് എനി ഡിലേ, ദിസ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ട് തീറ്റ തന്നിട്ടുണ്ട് 3/4 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സൈൻ 3θ ആണ് ചോദിച്ചിരിക്കുന്നത്. എടാ, ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം സൈൻ 3θയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സൈൻ 3θ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 3 sin θ മൈനസ് 4 sin ക്യൂബ് തീറ്റ. ഇതാണ് എന്തെന്ന് പറയുന്നത്, സൈൻ 3θ എന്ന് പറയുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ അറിയണം, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം, അല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. സോ എന്താണ് 3 sin θ മൈനസ് 4 sin ക്യൂബ് തീറ്റ. കോട്ട് തീറ്റ തന്നിട്ടുണ്ട് ഇവിടെ 3/4 ആണെന്നും. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ചെറിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് കോട്ട് എന്ന് പറയുന്നത്. തീറ്റയുടെ അഡ്ജസന്റ് ആയിട്ട് വരുന്ന സൈഡ് 3 ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. 4 3 ആണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആയിട്ടുള്ള 5 ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് മനസ്സിലാക്കാം 3 sin θ മൈനസ് 4 sin ക്യൂബ് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. 3 sin θ എന്ന് പറയുമ്പോൾ 3 into sin θ. sin θ എന്ന് പറയുമ്പോൾ ഈ ആംഗിളിന്റെ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതാണല്ലോ സൈൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് 4 divided by 5 മൈനസ് 4 sin ക്യൂബ് തീറ്റ. 4 into sin ക്യൂബ് തീറ്റ എന്താ, സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ 4/5 ആണെങ്കിൽ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുമ്പോൾ എത്ര വരും, 4ന്റെ ക്യൂബ് 64 ഡിവൈഡഡ് ബൈ 5ന്റെ ക്യൂബ് 125 ആണ് വരിക. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്റർ 125 ആണ്, ഇവിടെ വരുന്നത് 5 ആണ്. ഈ 5നെ 125 ആക്കാനായിട്ട് നമ്മൾ 25 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിലും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ. സോ അപ്പൊ എന്ത് വരും, 3 into 100, 4 into 25 എന്നാണ് 100 ആണല്ലോ. 3 into 100 എന്ന് പറയുമ്പോൾ 300 ഡിവൈഡഡ് ബൈ 125 മൈനസ് 6 into 4 into 64 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, നമുക്കറിയാം 216. 6 4 24, സോറി 240 16 256 അല്ലെ, 256 ആണ് വരിക. 256 ഡിവൈഡഡ് ബൈ 125. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ എന്ത് വരും, 300 നിന്ന് 44 ഡിവൈഡഡ് ബൈ 125 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. എന്തറിയണം, സൈൻ 3θയുടെ ഇക്വേഷൻ അറിയണം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. സോ ദ നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്, sec θ മൈനസ് 1/sec θ ഇൻറ്റു cosec θ മൈനസ് 1/cosec θ ഇൻറ്റു sin θ മൈനസ് 1/sin θ. എടാ നമുക്കറിയാം, ചുമ്മാ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. sec θ ഇൻറ്റു sec θ എന്തായിരിക്കും, sec സ്ക്വയർ θ. അതായത് sec സ്ക്വയർ θ മൈനസ് 1 ഡിവൈഡഡ് ബൈ sec θ. എടാ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൈതഗോറിയൻ ട്രിപ്ലെറ്റുകൾ ഉണ്ട്, മനസ്സിലാക്കണം. പൈതഗോറിയൻ ട്രിപ്ലെറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ചുമ്മാ എഴുതി വെക്കാം. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അതുപോലെ തന്നെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ആണ്, അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ആണ്. ഈ ബേസിക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് അറിഞ്ഞിരിക്കണം. അതായത് മനസ്സിലാക്കുക,
ഈ കോസ് സ്ക്വയർ തീറ്റനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, അതെന്താണ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള കോമ്പിനേഷനിൽ വരുന്ന റിസൾട്ടുകളും ഈ ബേസിക് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. സിമ്പിൾ ആണ്. സോ ഈ 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്താ വരുന്നത്? എടാ സീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ, സീക് സ്ക്വയർ തീറ്റ -1. എടാ നമുക്കറിയാം സീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ സ്ക്വയർ അങ്ങോട്ട് പോയിട്ടുള്ള ടാൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. സോ സീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ നമുക്കിവിടെ എഴുതാം. എന്ത് എഴുതാം? ടാൻ സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ മാത്രമാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിവൈഡഡ് ബൈ എന്ത് വരും? അതായത് സീക് സ്ക്വയർ തീറ്റ -1 എഴുതി, ഡിവൈഡഡ് ബൈ എന്താണ്? സീക് തീറ്റ ഉണ്ട്. സോ ഇൻറ്റു സീക് തീറ്റ. ഓക്കെ ആണല്ലോ? സീക് തീറ്റ ഇൻറ്റു എന്താ വരുന്നത്? നമുക്കറിയാം കോസീക് തീറ്റ ഇവിടെ ഉണ്ട്. ഇത് ഡിനോമിനേറ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസീക് സ്ക്വയർ തീറ്റ -1. കോസീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? -1നെ ഇങ്ങോട്ട് കൊടുത്താൽ കോട്ട് സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. എന്ത് വരും? കോട്ട് സ്ക്വയർ തീറ്റ വരും. സോ ദാറ്റ് ഈസ് വാട്ട് കോട്ട് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസീക് ആണല്ലോ. സോ കോസീക് തീറ്റ ഇതാണ് വരുന്നത്. ഇൻറ്റു ഇതും കൂടി ഇല്ലേ? സൈൻ സ്ക്വയർ തീറ്റ -1 എന്ന് പറയുമ്പോൾ എന്താ? എടാ ശ്രദ്ധിച്ച് നോക്ക്, സൈൻ സ്ക്വയർ തീറ്റ -1 എന്ന് പറയുമ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റ അങ്ങോട്ട് പോകും, മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും അല്ലെ? സോ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ -1 എന്ന് പറയുമ്പോൾ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്താണ്? സൈൻ തീറ്റയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്യാം? വെട്ടിക്കളയാ. എന്തിനൊക്കെ വെട്ടിക്കളയാനുള്ളത്? എല്ലാത്തിനും വെട്ടിക്കളഞ്ഞോ അല്ലേ? സോ എന്ത് വരും? നമുക്ക് ഏതിനൊക്കെയാണ് വെട്ടിക്കളയാനായിട്ട് പറ്റുന്നത്? ശ്രദ്ധിച്ചോ. ഇവിടെ വരുന്നത് നമുക്കറിയാം എന്താണ്? 1 കോസ് തീറ്റ അല്ലെങ്കിൽ 1 സീക് തീറ്റ. 1 സീക് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് തീറ്റയാണ്. 1 സീക് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റയാണ്. 1 കോസീക് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് നമുക്ക് ഓർത്ത് വെക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇതിനെ ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ 1 ആണ്, നമുക്കറിയാം അല്ലേ? കോസ് തീറ്റയും സീക് തീറ്റയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സൈൻ തീറ്റയും കൊസീക് തീറ്റയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. എത്രയാണ്? സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ 1 ആണ്. ഇതൊക്കെ നമുക്കറിയണം. അതായത് ഈ കൊസീക് തീറ്റയും ഈ സൈൻ തീറ്റയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്തു 1 ആയി. അതുപോലെ തന്നെ ടാൻ തീറ്റയും കോട്ട് തീറ്റയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്. ഈ സീക് തീറ്റനെ ഡിനോമിനേറ്ററിലാണ്, കോസ് സ്ക്വയർ തീറ്റ ന്യൂമറേറ്ററിലാണ്. സീക് തീറ്റ കൊസീക് തീറ്റ നമുക്ക് എന്ത് പറയാം? ഈ സീക് തീറ്റയും കൊസീക് തീറ്റയും ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സീക് തീറ്റനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കണം. അപ്പം എന്തായി മാറി? ഇവിടെ സീക് തീറ്റനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ ഒരു മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഓൾറെഡി ഉണ്ട്. കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ബേസിക് 1 സൈൻ തീറ്റ കോസിക് തീറ്റ ആണെന്ന് അറിയണം. സൈൻ തീറ്റയും കൊസീക് തീറ്റയും മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണെന്ന് അറിയണം. അതായത് ഓരോ ട്രിഗണോമെട്രിക് റേഷ്യോയിന്റെയും റെസിപ്രോക്കലിന്റെ വാല്യൂ മറ്റൊരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്. 1 സൈൻ തീറ്റ എന്താണ്? കൊസീക് തീറ്റയാണ്. 1 ടാൻ തീറ്റ കോട്ട് തീറ്റയാണ്. 1 കോസ് തീറ്റ സീക് തീറ്റയാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സൈൻ തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ 1 ആണ്. ടാൻ തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ 1 ആണ്. സീക് തീറ്റ ഇൻറ്റു കോസ് തീറ്റ 1 ആണ്. സോ ഈ റിസൾട്ടുകൾ ഓർത്ത് വെക്കണം. ഇതറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ആണ്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് മനസ്സിലാക്കുക. ദിസ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വരുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. ഇതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള സംഭവമാണ്. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എന്താ വരുന്നത്? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെങ്കിൽ ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. മനസ്സിലാക്കി വെക്കുക. ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ, ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ടാൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ ആയിരിക്കും. ടാൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ എന്താണ്? അതായത് ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമുകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ തന്നെയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് ഒക്കെ പല എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അതിന്റെ ആൻസർ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് വീണ്ടും ഡിറൈവ് ചെയ്യാനുള്ള സമയം നമുക്ക് എക്സാമിനില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇത് നേരെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. സോ ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. നമുക്കറിയാം 2 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ ഇൻറ്റു എന്താണ്? സീക്ക് എ എന്നുള്ളത് എഴുതി ഇൻറ്റു എന്ത് വരും? 3 ഇൻറ്റു റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ടാൻ സ്ക്വയർ എ ഇൻറ്റു
എന്താണ് സൈൻ സ്ക്വയർ എ ആണെന്ന് നമ്മൾ പഠിച്ചു. റൂട്ടിൻ്റെ ഉള്ളിലെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ റൂട്ടിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് സ്ക്വയറിന് പുറത്തേക്ക് എടുക്കാം. എന്ത് വരും? ടാൻ എ അല്ലേ? ടാൻ എ ഇൻറ്റു എന്ത് വരും? സൈൻ എ വരും. ടാൻ എ ഇൻറ്റു സൈൻ എ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളാണ്. ഇവിടെയുള്ള ഒരു സൈനും ഇവിടെയുള്ള ഒരു സൈനും വെട്ടിപ്പോയി. ഓക്കെ അല്ലേ? സോ അതുപോലെ തന്നെ എന്ത് വരും? ടാൻ എ സൈൻ എ സി കെ. എടാ ഈ സി കെ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? സി കെ എന്ന് പറയുന്നത് 1 cos a ആണ് അല്ലെ? 1 cos a ആണെന്ന് പറയുന്നത് സി കെ എന്ന് പറയുന്നത്. സോ 1 cos a എന്ന് എഴുതാം നമുക്ക്. ഇതിനെ സി കെനെ 1 cos a എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു എന്താണ് 1 cos a. 1 cos a അതായത് ഇവിടെ ഒന്നും കൂടെ നോക്കിയാൽ മനസ്സിലാവും. സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. എന്താണ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ? ടാൻ എ ആണ്. ഈ ടാൻ എയും ന്യൂമറേറ്ററിലെ ടാൻ എയും വെട്ടിപ്പോയി. എന്ത് വന്നു? സോ 2 × 3 എന്ന് പറയുന്ന 6 ആയിരിക്കും ഇതിന്റെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ. എന്തോർത്ത് വെക്കണം? ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ ആണ്. ആ മൈനസ് മാറിയിട്ട് എന്തായി മാറും? അതായത് ഇവിടെയുള്ള, ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ഈ മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസിന് പകരം എന്തിടാം? നമുക്ക് ഇൻറ്റു എന്നിടാം. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 3/5. കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു 15/17. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ആൽഫ പ്ലസ് ബീറ്റ. എടാ സൈൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം എന്താണ്? സൈൻ ആൽഫ കോസ് ബീറ്റ പ്ലസ് കോസ് ആൽഫ സൈൻ ബീറ്റ. ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, ഇത് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ കോസ് ആൽഫയുടെ റിസൾട്ട് തന്നിട്ടുണ്ട്. എന്താണ്? 3/5 ആണെന്ന്. അതായത് 3/5 ആണെങ്കിൽ മനസ്സിലാക്കുക, ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൽ 3, 4, 5 എന്ന് പറയുന്ന പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. അതായത് കോസ് ആൽഫ ഈ ആംഗിളിനെ ആൽഫ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡാണ് 3 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് 5. ഇത് 4 ആയിരിക്കും അല്ലെ? ഇനി ബീറ്റയുടെ കേസിൽ കോസ് ബീറ്റ എന്താ? 15ഉം 17ഉം ആണ്. എടാ ഈ 3ഉം 5ഉം 15ഉം 17ഉം ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവണം പൈതഗോറിയൻ ട്രിപ്ലെറ്റുകളാണ്. ഓക്കെ, സോ ബീറ്റയുടെ നമുക്കൊരു വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കണം, ഇതാണ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്നുണ്ടെങ്കിൽ കോസ് ബീറ്റയാണ് 15/17. അതായത് അഡ്ജസന്റ് സൈഡ് 15 ആണ്, ഹൈപ്പോട്ടന്യൂസ് 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാ? 8 ആയിരിക്കും. 8, 15, 17 പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണെന്ന് മനസ്സിലാക്കണം. സിമ്പിൾ അല്ലേ? ഇനി എന്താ ചെയ്യാനുള്ളത്? സൈൻ ആൽഫ ഇൻറ്റു കോസ് ബീറ്റ. ഇതാണ് നമുക്ക് ആൻസർ കേട്ടോ. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ യെസ്, സൈൻ ആൽഫ കോസ് ബീറ്റ. സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ എന്താ? കോസ് ആൽഫ 3/5 ആണെങ്കിൽ സൈൻ ആൽഫ എന്ന് പറയുന്നത് എന്താ? എടാ ട്രയാങ്കിളിലേക്ക് നോക്കിക്കോ. സൈൻ ആൽഫ എന്താണ്? 4/5 ആണ് സൈൻ ആൽഫ. ഇൻറ്റു കോസ് ബീറ്റ എന്താണ്? കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ എത്രയാ? കോസ് ബീറ്റ നമുക്കറിയാം 15 ഡിവൈഡഡ് ബൈ 17 ആണ്. പ്ലസ് കോസ് ആൽഫ എന്താ? എടാ ഫിഗറിലേക്ക് നോക്ക്. കോസ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഇത്. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ, ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ, 3/5 ആണ്. സോ ദിസ് ഇസ് വാട്ട് 3/5 ഇൻറ്റു സൈൻ ബീറ്റ കോസ് ബീറ്റ ഇതാണെങ്കിൽ സൈൻ ബീറ്റ കോസ് ബീറ്റയാണ് തന്നിരിക്കുന്നത്. സൈൻ ബീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് വാട്ട് 8 ഡിവൈഡഡ് ബൈ 17. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, വേറെ ഒന്നുമില്ല. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കണം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്ത് വരും? ശ്രദ്ധിച്ചോ, വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയാം. എന്തൊക്കെ വെട്ടിക്കളയാനുള്ള? 5, 15 3 തവണ. ഓക്കെ അല്ലേ? സോ 4 × 3 12 ഡിവൈഡഡ് ബൈ 17 പ്ലസ് എന്ത് വരും? 3 × 8 എന്ന് പറയുമ്പോൾ 8 3 24 ഡിവൈഡഡ് ബൈ 5 × 17. എടാ ശ്രദ്ധിച്ച് നോക്കിയേ, ഡിനോമിനേറ്ററിൽ 5 × 17 ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 12 എത്രയാണ്? 60 ആണ്. 60 പ്ലസ് 24 എത്ര വരും? 84 വരും. 84 ഡിവൈഡഡ് ബൈ 5 × 17 85 ആണ്. 84 ഡിവൈഡഡ് ബൈ 85. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്. എന്താണ്? ട്രയാങ്കിൾ വരയ്ക്കണം, ട്രിപ്ലെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യണം, സൈൻ എ പ്ലസ് ബിയുടെ അല്ലെങ്കിൽ സൈൻ ആൽഫ പ്ലസ് ബീറ്റയുടെ അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ അറിയണം. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കണം കേട്ടോ. സോൾവ് ദിസ് വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വരുന്ന SSC എക്സാമുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉപകാരപ്പെടും. നമ്മൾ ഈ സീരീസിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ്, നമ്പർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ്, ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസ്, ഇനി ചെയ്യാൻ പോകുന്ന റേഷ്യോ, പെർസെൻറ്റേജ്, എല്ലാത്തിലെ ക്വസ്റ്റ്യൻസും വളരെ ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
സോ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇനി വരാൻ പോകുന്ന NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു റൗണ്ട് ഒക്കെ പഠിച്ച് അല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. നമ്മളിപ്പോ ബേസിക് ആയിട്ട് ഒന്നും അറിയാത്ത ഒരാളെ എങ്ങനെ മാത്സ് പഠിപ്പിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ എക്സാം എടുത്തതുകൊണ്ട് ആ എക്സാം ഓറിയന്റഡ് ആയിട്ട് ആ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തായിരിക്കും പതുക്കെ റെഗുലർ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫ്രം സീറോ ടു ഹീറോ എന്നുള്ള ലെവലിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. സോൾവ് ദിസ് വൺ. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ m is equal to a cos cube beta, n is equal to b sin cube beta, then find the value of m by a whole to the power 2 by 3 plus n by b whole to the power 2 by 3. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മനസ്സിലാക്കുക, a cos cube beta, b sin cube beta. ഞാൻ എന്ത് ചെയ്തു, പുട്ട് ബീറ്റയ്ക്ക് എന്ത് കൊടുത്തു, ബീറ്റയ്ക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്, 0 കൊടുക്കുകയാണ്, 0 ഡിഗ്രി. ബീറ്റ ഇസ് വാട്ട്, 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എം എന്ന് പറയുന്നത് എന്ത് വരും, എം എന്ന് പറയുന്നത് എ കോസ് ക്യൂബ് ബീറ്റ, എം എന്ന് പറയുന്നത് എന്ത് വരും, എ വരും അല്ലെ. സോ എൻ എന്ന് പറയുന്നത് എന്ത് വരും, എൻ എന്ന് പറയുന്നത് എടാ കോസ് 0 എന്താ 1 ആണ്. അപ്പൊ എം എന്ന് പറയുന്നത് എ ഇൻറ്റു 1 എന്ത് വരും, എം ഇസ് ഈക്വൽ ടു എ വരും. എൻ ഇസ് ഈക്വൽ ടു ബി സൈൻ ക്യൂബ് ബീറ്റ, ബീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ എൻ എന്ന് പറയുന്നത് എന്ത് വരും, എൻ എന്ന് പറയുന്നത് ബീറ്റ സൈൻ 0 എത്രയാടാ, 0 അല്ലേ. അപ്പൊ എന്ത് വരും ആൻസർ, എൻ എന്ന് പറയുന്നത് 0 വരും. ചോദ്യം എന്താ, ചോദ്യം ഇതാണ് ചോദ്യം. എം ബൈ എ, എം എന്ന് പറയുമ്പോൾ എ ആണ്, എ ഡിവൈഡഡ് ബൈ എ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ടു ദ പവർ 2 by 3 അല്ലെ, 2 by 3 വരും. 1 ടു ദ പവർ 2 by 3 പ്ലസ് എൻ എന്ന് പറയുന്നത് 0 ആയി. അപ്പൊ ഈ ടൈം എന്തായി മാറി, 0 ആയി മാറി. സോ ദ ആൻസർ ഇസ് വാട്ട്, 1 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെക്കണം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷനും നമുക്ക് എന്ത് ചെയ്യാം, ഉപകാരപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എടാ നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ഓൾജിബ്രയിലെ കാര്യങ്ങൾ കൂടെ എന്താ പറയുക അപ്ലൈ ചെയ്ത് പഠിക്കണേ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഓൾജിബ്ര പഠിച്ചിട്ട് ഓൾജിബ്രയിലെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ട് ട്രിഗണോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുള്ള ബേസിക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, ഈ ഇക്വേഷൻസ് ഒക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസിൽ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ വരുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ഓൾജിബ്രയിലെ ഇക്വേഷൻ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ആ ഓൾജിബ്രയിലെ എക്സിനും വൈക്കും പകരം ഇവിടെ സൈനും കോസും ആയിരിക്കും, ടാനും കോട്ടും ആയിരിക്കും, സീക്കും കോസീക്കും ആയിരിക്കും. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. അത്രമാത്രം മനസ്സിലാക്കി വയ്ക്കുക. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. 6x എന്ന് പറയുന്നത് കൊസീക്ക് ക്യൂ ആണ്, 6/x എന്ന് പറയുന്നത് കോട്ട് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ 18 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/x². ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് എക്സ് സ്ക്വയറും 1/x² ആണ്, എന്തായാലും സ്ക്വയർ ചെയ്യണം. എന്നാലാണ് എക്സിനെ സ്ക്വയർ ചെയ്താലാണ് എക്സ് സ്ക്വയർ കിട്ടുക, 1/xനെ സ്ക്വയർ ചെയ്താലാണ് 1/x² കിട്ടുക. ഫസ്റ്റത്തെ എന്താണ്, 6x ഇസ് ഈക്വൽ ടു കോസിക്ക് ക്യൂ ആണ്. അതിനെ സ്ക്വയർ ചെയ്യുക, അതിനെ സ്ക്വയർ ചെയ്താൽ 36x² വരും. അതെന്ന് പറയുന്നത് എന്താണ്, കോസിക്ക് സ്ക്വയർ ക്യൂ ആണ്. ക്ലിയർ അല്ലേ. അതുപോലെ തന്നെ 6/x ഇസ് ഈക്വൽ ടു കോട്ട് ക്യൂ, അതിനെ സ്ക്വയർ ചെയ്താലോ, 6/xനെ സ്ക്വയർ ചെയ്താൽ 36 ഡിവൈഡഡ് ബൈ x² എന്ന് പറയുന്നത് എന്താണ്, കോട്ട് സ്ക്വയർ ക്യൂ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 18 ഇൻറ്റു x² മൈനസ് 1/x² ആണ്. അതായത് മനസ്സിലാക്കുക, x² മൈനസ് 1/x² ആണ്. ഈ x² ഉണ്ട്, 1/x² ഇവിടെ ഉണ്ട്. എന്തായാലും ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് പറയാം, നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 36x² 36/x² കുറച്ച് കഴിഞ്ഞാൽ 36 കോമൺ ആണ്. എന്ത് ചെയ്യാം, x² മൈനസ് 1/x² ലെഫ്റ്റ് സൈഡിൽ വരും. ഇസ് ഈക്വൽ ടു, എടാ കോസ് സ്ക്വയർ ക്യൂവിൽ നിന്ന് കോട്ട് സ്ക്വയർ ക്യൂ പോയാൽ എന്താ, എടാ കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ നമുക്കറിയാം അതെന്തായിരിക്കും, 1 ആയിരിക്കും. ക്ലിയർ അല്ലേ, വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്യേണ്ടത്, നമുക്ക് കാണേണ്ടത് 18 ഇൻറ്റു x² മൈനസ് 1/x² ആണ് കാണേണ്ടത്. ഇവിടെ 36 ഇൻറ്റു x² മൈനസ് 1/x² ആണ്. സോ മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, ഇവിടെയും ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 36 2 18, 18 ഇൻറ്റു x² മൈനസ് 1/x² എന്ന് പറയുമ്പോൾ എന്താ, 1/2 ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ്, രണ്ട് ടോപ്പിക്കിന്റെ കോമ്പിനേഷനാണ്. ഒന്നെന്ന് പറയുന്നത് ഓൾജിബ്രയും, രണ്ടെന്ന് പറയുന്നത് ട്രിഗണോമെട്രിയും. ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയിരിക്കും ടേമുകൾ, പാരാമീറ്റേഴ്സ്. ഇക്വേഷൻ ജനറൽ ഫോം എന്തായിരിക്കും, ഓൾജിബ്രയുടെ എക്സ്പാൻഷൻ ആയിരിക്കും.
ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of sin cube a minus cos cube a divided by 1 plus sin a cos a. ഇവിടെയും വരുന്നത് ഓൾജിബ്രയിലെ ബേസിക് ഇക്വേഷൻ ആണ്. നോക്കിയേ, ന്യൂമറേറ്റർ നോക്കുക, സൈൻ ക്യൂബ് എ മൈനസ് കോസ് ക്യൂബ് എ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണെന്ത്? എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു എന്താ വരാറ്? നമുക്കറിയാം എക്സ് മൈനസ് വൈ. ഞാൻ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് മാറ്റി എഴുതാം. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഇതാണല്ലോ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെ, ഇവിടെ വന്നിരിക്കുന്നത് എന്താ? സൈൻ ക്യൂബ് എ മൈനസ് കോസ് ക്യൂബ് എ. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് മൈനസ് വൈ, അതായത് സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണല്ലോ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത്. അതായത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 ആണ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് 1 പ്ലസ് എക്സ് വൈ അല്ല പിന്നെ വരുന്നത്. എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്താ? സൈൻ എ ഇൻറ്റു കോസ് എ. അതായത് സൈൻ എ ഇൻറ്റു കോസ് എ ആയിരിക്കും. സൈൻ എ ഇൻറ്റു കോസ് എ. ക്ലിയർ ആണല്ലോ? ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ രണ്ട് ടേമുകൾ കോമൺ ആണ്, വെട്ടിക്കളയാം അല്ലേ? ഈ രണ്ട് ടേമുകളും കോമൺ ആണ്, വെട്ടിക്കളഞ്ഞു. എന്ത് വന്നു? സൈൻ എ മൈനസ് കോസ് എ ആണ് ന്യൂമറേറ്ററിൽ. ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ സൈൻ എ മൈനസ് കോസ് എ വന്നു. ക്ലിയർ ആണ്? ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം നോക്ക്. സൈൻ സ്ക്വയർ 54 സീക്ക് സ്ക്വയർ 36. ഇവിടെ നമ്മൾ മറ്റൊരു അപ്ലിക്കേഷൻ ഉണ്ട്, ശ്രദ്ധിച്ചോ. സൈനിന്റെ ആംഗിൾ 54, സീക്കിന്റെ ആംഗിൾ 36. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കണേ. ഇഫ് രണ്ട് ആംഗിളുകൾ എ പ്ലസ് ബി എന്ന് പറയുന്ന രണ്ട് ആംഗിളുകൾ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ മനസ്സിലാക്കി വയ്ക്കുക, ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. അതിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, എന്തായിരിക്കും? സൈൻ സ്ക്വയർ എ ഇൻറ്റു സീക്ക് സ്ക്വയർ, അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? സൈൻ എ ഇൻറ്റു സീക്ക് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് സൈനിന്റെ ആംഗിളും സീക്കിന്റെ ആംഗിളും, അല്ലെങ്കിൽ രണ്ട് ആംഗിളുകളുടെ സമ്മ് 90 ആണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, സൈൻ ഓഫ് എയും സീക്ക് ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ എ ഇൻറ്റു സീക്ക് സ്ക്വയർ ബി ഈക്വൽ ടു 1 സ്ക്വയർ. 1ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയല്ലേ? 1 തന്നെയാണ്. അതായത് മനസ്സിലാക്കി വെക്കുക, രണ്ട് ആംഗിളുകൾ കൂടി കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ 54 36 കൂടി കൂട്ടുമ്പോൾ 90. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു അപ്ലിക്കേഷൻ ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അല്ലേ? സോ 2 ഇൻറ്റു, ശ്രദ്ധിച്ചോ, എന്താ വരിക? 2 ഇൻറ്റു, ഇതിന്റെ കേസാണ് പറയുന്നത്. 2 ഇൻറ്റു സൈൻ സ്ക്വയർ 54 സീക്ക് സ്ക്വയർ 36 54 36 കൂടി കൂട്ടുമ്പോൾ 90. എ പ്ലസ് ബി 90 ആണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എത്രയാ? 1 ആണ്. 2 ഇൻറ്റു 1 ആയിരിക്കും ഇതിന്റെ റിസൾട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എ അല്ലെ, സൈൻ എ മൈനസ് കോസ് എന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പ്ലസ് എന്താണ്? 2 കൂടെ ആഡ് ചെയ്യണം. സോ ദിസ് ഈസ് റൈറ്റ് ആൻസർ. സൈൻ എ മൈനസ് കോസ് എ പ്ലസ് 2, സൈൻ എ മൈനസ് കോസ് എ പ്ലസ് 2, ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ടുകളെല്ലാം അറിഞ്ഞിരിക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ x is equal to a cosec a into sin b, y is equal to b cosec a into cos b, and z is equal to c cot a. Then what is the value of the given? ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂം എയുടെ വാല്യൂം വൈയും അതുപോലെ തന്നെ ബിയും സെഡും സിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഡെറിവേഷൻ അല്ലെങ്കിൽ വലിയൊരു എക്സ്പ്രഷൻ ആയിരിക്കും. പിന്നെ വീണ്ടും അതിനെ വെട്ടി ചെറുതാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുമ്പോഴേക്കും നേരം വെളുക്കും, നമുക്കറിയാം. സോ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്കറിയാം ഇവിടെ ആംഗിൾ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്, ബി എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാം? വാല്യൂസ് അല്ലെങ്കിൽ ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതൊരു നാക്കിൽ ചെയ്യണം. തോന്നിയ പോലുള്ള ആംഗിളുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കരുത്, ഒരു ഐഡിയയിൽ ചെയ്യാം. ആംഗിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ട്രിഗണോമെട്രിക് റേഷ്യോസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള ഫോമിലേക്ക് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എ എന്ന് പറയുന്ന ആംഗിളിനെ കൊടുക്കണം, ബി എന്ന് പറയുന്ന ആംഗിളും കൊടുക്കണം. കൊസീക് എ വരുന്നുണ്ട്, കോട്ട് എ വരുന്നുണ്ട്.
അതുകൊണ്ട് എക്ക് ആംഗിൾ കൊടുക്കുമ്പോൾ കൊസീക്കും കോട്ടൊന്നും നോട്ട് ഡിഫൈൻഡ് ആവാതിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, സോ എന്ത് വരും? നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്ത് കൊടുക്കണം? എക്ക് വാല്യൂ കൊടുക്കണം, ബിക്കും വാല്യൂ കൊടുക്കണം. എക്ക് എന്ത് കൊടുക്കാം? നമുക്ക് എക്ക് കൊസീക്കിന് വാല്യൂ വരുന്നതാണെങ്കിൽ കൊസീക്ക് എക്ക് ഇപ്പോൾ 90 കൊടുത്തു കഴിഞ്ഞാൽ കൊസീക്ക് എ എന്ന് പറയുന്നത് 1 ആണ്, കൊസീക്ക് എ എന്ന് പറയുന്നത് 1 ആണ്, കോട്ട് എ എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ കോട്ട് 90 എന്ന് പറയുന്നത് 0 ആണ്. സോ എക്ക് എന്ത് കൊടുക്കാം? 90 കൊടുക്കാം. ബിക്ക് എന്ത് കൊടുക്കാം? സൈൻ ബി കോസ് ബി, അതായത് ബിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. 0 കൊടുക്കാമല്ലോ. അപ്പൊ എക്കും ബിക്കും നമ്മൾ വാല്യൂസ് കൊടുത്താൽ എന്ത് വരും? എക്സിന്റെ വാല്യൂ എന്ത് വരും? ഫസ്റ്റ് വൺ എക്സ് എന്ന് പറയുന്നത് എ കൊസീക്ക് എ സൈൻ ബി, എ ഇൻറ്റു കൊസീക്ക് എ എന്ന് പറയുമ്പോൾ കൊസീക്ക് 90 1 ആണ്, സൈൻ ബി എന്ന് പറയുന്നത് 0 ആണ്. സോ എന്ത് വരും? എക്സ് ഈക്വൽ ടു 0 വരും അല്ലേ? കാരണം സൈൻ 0 ആണ്, 0 ഒരു ടൈം വന്നാൽ ആ വാല്യൂ 0 ആണ്. വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? കൊസീക്ക് 90 കോസ് 0, കോസ് 0 1 ആണ്, കൊസീക്ക് 90 1 ആണ്. വൈ ഇസ് ഈക്വൽ ടു വാട്ട്? വൈ ഇസ് ഈക്വൽ ടു ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു സി കോട്ട് എ. കോട്ട് 90 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ്. സി ഇൻറ്റു 0, സെഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ അറിയാം, വൈയുടെ വാല്യൂ അറിയാം, സെഡിന്റെ വാല്യൂ അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? എക്സ് ബൈ എ, എക്സ് 0 ആയതുകൊണ്ട് ഈ ടൈം 0 ആയി. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ, അതായത് വൈ എന്ന് പറയുമ്പോൾ ബി ആണ്, ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ 1 ആണ്, 1 വരും. ഓക്കെ അല്ലേ? സെഡ് സ്ക്വയർ മൈനസ് സി സ്ക്വയർ, സെഡ് 0 ആയതുകൊണ്ട് ആ ടൈമും പോയി. ഓപ്ഷൻ സി 1 ആയിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ. വളരെ സിമ്പിൾ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ഇത്രയും ലെങ്ത് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ ദ നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, യെസ്. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, കമ്പൻഡോ ഡിവിഡൻഡോ റൂൾ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാം. ശ്രദ്ധിക്കുക, 12 എന്ന് പറയുമ്പോൾ ഇതിനെ 12/1 എന്ന് എഴുതാം. 12 ഡിവൈഡഡ് ബൈ 1 ആണ് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 12 ആണ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇക്വേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കമ്പൻഡോ ഡിവിഡൻഡോ റൂൾ വെച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ 12 ആണ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? 12 + 1 ഡിവൈഡഡ് ബൈ 2. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? 12 - 1 ഡിവൈഡഡ് ബൈ 2. ആ ഡിവൈഡഡ് ബൈ 2 രണ്ടിലും ഉള്ളത് കൊണ്ട് വെട്ടിപ്പോവും. എന്ത് വരും? നമുക്ക് ഇങ്ങനെ എഴുതാം, 12 + 1 ആണ് സൈൻ തീറ്റ, 12 - 1 ആണ് കോസ് തീറ്റ. അതായത് 13 ഡിവൈഡഡ് ബൈ 11 ആയിരിക്കും. സൈൻ എന്ന് പറയുന്നത് 13, കോസ് എന്ന് പറയുന്നത് 11 എന്ന് പറയുന്ന ഈക്വലന്റ് വാല്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എന്ത് ചെയ്യാം? ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വരും? 121 ടാൻ സ്ക്വയർ തീറ്റ. എടാ, സൈൻ തീറ്റ 13, കോസ് തീറ്റ 11. സൈൻ ബൈ കോസ് എന്ന് പറയുന്നതാണ് ടാൻ. അതായത് 13/11 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത്. ഇതാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത് അല്ലേ? യെസ്. സോ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? 121 ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ ഡിവൈഡഡ് ബൈ 11 സ്ക്വയർ. എടാ, ഡിനോമിനേറ്ററിൽ 11 സ്ക്വയർ വരും. ഈ 11 സ്ക്വയറും 11 സ്ക്വയറും വെട്ടിപ്പോയി. എന്താണ്? 13 സ്ക്വയർ ഉണ്ട്. 13 സ്ക്വയർ -3 ആണ് വരുന്നത്. -3. ക്ലിയർ അല്ലേ? ന്യൂമറേറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. 13 സ്ക്വയർ എത്രയാ? 169 - 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 166 വരും. ഡിവൈഡഡ് ബൈ 169 കോട്ട് സ്ക്വയർ തീറ്റ. 169 ഇൻറ്റു, എടാ, കോട്ട് എന്ന് പറയുമ്പോൾ ടാനിന്റെ റെസിപ്രോക്കലാ. ടാൻ എത്രയാ? 13/11. അതിന്റെ റെസിപ്രോക്കൽ എന്താ? 11/13. അതിന്റെ സ്ക്വയർ എത്രയാ? 121 ഡിവൈഡഡ് ബൈ 169. ഇത് രണ്ടും വെട്ടിപ്പോയി. എന്ത് വന്നു? 121 വന്നു. ഒരു പ്ലസ് ഒന്നും കൂടി ഇല്ലേ? ഇവിടെ +1 ആണ് കേട്ടോ. ഇത് പ്ലസ് തന്നെയല്ലേ? അതെ, +1 ആണ്. സോ ഈ +1 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 166 ഡിവൈഡഡ് ബൈ 122. രണ്ടിലും എന്ത് പോവും? 2 വെട്ടിക്കളയാം. 83. അതുപോലെ തന്നെ 61. സോ 83 ഡിവൈഡഡ് ബൈ 61. ഇവിടെ 2 ഓപ്ഷനിലും എന്താണ്? മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ്, ഒരേപോലത്തെ ഓപ്ഷനാണ്. ഒരു ഓപ്ഷൻ നമ്മൾ എന്താണ് തെറ്റ് പറ്റിയിരിക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, 83 ഡിവൈഡഡ് ബൈ 61. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. കമ്പൻഡോ ഡിവിഡൻഡോ എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഗോട്ട് ഇറ്റ്? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സീ ദിസ് വൺ. ട്രയാങ്കിൾ PQR is equal to
ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ട്. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ടാൻ ആർ എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കാനുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ സീക്ക് പി കോസ് ആറ് സൈൻ പി കൊസീക്ക് ആറ് സൈൻ ആറ് കോസ് പി, ഇതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഇവിടെ എടാ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഓക്കെ, സമ്മതിച്ചു, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ബാക്കിയുള്ള രണ്ട് ആംഗിളുകളാണ് പിയും ആറും അല്ലേ? എടാ ആംഗിൾ പിയും ഉണ്ടായിരിക്കും, ആംഗിൾ ആറും ഉണ്ടായിരിക്കും. ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതും എത്ര തന്നെയായിരിക്കും? 90 ആയിരിക്കും. കാരണം ബാക്കിയുള്ള രണ്ട് ആംഗിളിന്റെ സമ്മും 90 ആവണം. 90 + 90 180. എന്താണ് സം ഓഫ് ആംഗിൾസ്? 180 ആയിരിക്കണം ട്രയാംഗിളിന്റെ. ഓക്കെ, സെറ്റാണ്. യെസ്, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ ആറ് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഈ ടേമുകളെല്ലാം ആറിൻ്റെ അല്ലെങ്കിൽ 6 ആംഗിൾ ആയിട്ടുള്ള ടേമുകളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ടാൻ ആറ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സീക്ക് പി, ഫസ്റ്റ് വൺ സീക്ക് പി. എടാ നോക്ക്, ശ്രദ്ധിച്ച് കേൾക്കണേ. സീക്ക് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ പി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഈ പി എന്ന് പറഞ്ഞാൽ എന്താണ്? 90 - 6 അല്ലേ? ഈ 6നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഈ പി കിട്ടും. 90 - 6 ആണ് പി എന്ന് പറയുന്നത്. അപ്പോൾ സീക്ക് പീനെ എങ്ങനെ സൂചിപ്പിക്കാം? സീക്ക് ഓഫ് 90 - 6 എന്ന് സൂചിപ്പിക്കാം. എടാ ഇതെന്താണ്? സീക്ക് 90 - തീറ്റ. 90 - തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? സീക്ക് 90 - തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? കൊസീക്ക് തീറ്റയാണ്. കൊസീക്ക് ആറാണ്. എന്തെന്ന് പറയുന്നത്? എടാ സീക്ക് പി എന്ന് പറയുമ്പോൾ കൊസീക്ക് ആറാണ്. മനസ്സിലാക്കിക്കോ, ഈ ന്യൂമറേറ്ററിലെ സീക്ക് പി എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിലെ കൊസീക്ക് ആറിന് ഈക്വൽ ആണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? സീക്ക് പിയും കൊസീക്ക് ആറും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ദീസ് ടു വാല്യൂസ് ആർ ഗെറ്റ് ക്യാൻസൽഡ്. രണ്ടും ഈക്വൽ ആണ്, വെട്ടിക്കളഞ്ഞു. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 3 കോസ് ആർ ഉണ്ട്. അപ്പൊ എന്തുണ്ട്? ബാക്കി എന്താണ്? 1/4. 4 ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് താഴേക്ക് എഴുതാം 1/4 ഇൻറ്റു 3 കോസ് ആറ്. 3 കോസ് ആറിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, ആറിന്റെ ടൈമിലാണല്ലോ. മൈനസ് സൈൻ പി എന്ന് പറയുമ്പോൾ എന്താ? എടാ പി എന്ന് പറയുമ്പോൾ സീക്ക് പി എന്ന് പറയുമ്പോൾ സീക്ക് 90 - 6. അപ്പോൾ സൈൻ പി എന്ന് പറയുമ്പോൾ സൈൻ 90 - 6. സൈൻ 90 - തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റയാണ്. സോ സൈൻ പി എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? കോസ് ആർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 4 സൈൻ ആറിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, 4 സൈൻ ആറിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, മൈനസ് കോസ് പി എന്ന് പറയുമ്പോൾ എന്താ? എടാ കോസ് ഓഫ് ആംഗിൾ പി എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് ഓഫ് ആംഗിൾ 90 - 6 ആണ്. പി എന്ന് പറയുമ്പോൾ 90 - 6. അപ്പോൾ സൈൻ പി എന്ന് പറയുമ്പോൾ സൈൻ 90 - 6. കോസ് പി എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് 90 - 6. കോസ് 90 - തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയാണ്. അപ്പോൾ കോസ് 90 - 6 എന്ന് പറയുമ്പോൾ സൈൻ ആർ ആയിരിക്കും അല്ലേ? സോ കോസ് 90 - 6 എന്ന് പറയുമ്പോൾ സൈൻ ആർ ആയിരിക്കും. സോ കോസ് പി എന്ന് പറയുമ്പോൾ സൈൻ ആർ ആണ്. കാരണം ആ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാ, കോംപ്ലിമെന്ററി ആണ്. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. എന്താ വരുന്നത്? 1/4 അവിടെ ഓൾറെഡി ഉണ്ട്. 3 കോസ് ആറിൽ നിന്ന് 1 കോസ് ആർ പോയാൽ എത്രയാ? 2 കോസ് ആർ. 2 കോസ് ആർ ഡിവൈഡഡ് ബൈ 4 സൈൻ ആറിൽ നിന്ന് 1 സൈൻ ആർ പോയാൽ 3 സൈൻ ആർ. 3 സൈൻ ആർ ആണല്ലോ. ക്ലിയർ ആണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ശ്രദ്ധിക്കണേ, ഞാനിതിന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, നമുക്ക് എഴുതാൻ സ്ഥലം വേണം. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ പുറകിൽ എഴുത്ത് വന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ മാറി തിരിഞ്ഞിരിക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് സംഭവം. മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം 1/4. ഇതെന്താ വരുന്നത്? കോസ് ആർ ഡിവൈഡഡ് ബൈ സൈൻ ആർ. എടാ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ കോട്ട് തീറ്റയാണ്. കോസ് ആർ ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ കോട്ട് ആർ ആണ്. ഇവിടെ ടാൻ ആർ എന്ന് പറയുന്നത് 1/2 ആ. അങ്ങനെയാണെങ്കിൽ കോട്ട് ആർ എത്രയായിരിക്കും? കോട്ട് ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/2ന്റെ റെസിപ്രോക്കൽ 2 ആയിരിക്കും. സോ ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു 2/3 ഇൻറ്റു എന്താണ്? കോസ് ആർ ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. സോ നമുക്ക് മനസ്സിലാക്കാം 2 ഇൻറ്റു 2 4. 4 വെട്ടിപ്പോയി. എന്ത് വന്നു ആൻസർ? ആൻസർ ഇസ് വാട്ട്? 1/3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ്, മനസ്സിലാക്കി വെക്കണം. ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ എന്താണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം സ്റ്റെപ്പുകളിലേക്ക് എഴുതിയത്. ഇത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോഴേക്കും ഒരുപാട് തവണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ്, മാക്സിമം ഒരു ഇത് ചെയ്യാനായിട്ട് എത്ര സമയം വേണം? മാക്സിമം ഒരു 15-20 സെക്കൻഡ്. 20 സെക്കൻഡ് മാക്സിമം. 15 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഇങ്ങനെ ആയിരിക്കണം അപ്രോച്ച് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിക്കം വെരി ഈസി.
സോൾവ് ദിസ് വൺ. സിംപ്ലിഫൈ tan a മൈനസ് കോട്ട് ബി ഡിവൈഡഡ് ബൈ tan b മൈനസ് കോട്ട് എ. ശ്രദ്ധിച്ചോ, ഇതില് നമ്മൾ ചെയ്യുന്നത് tan a മൈനസ് tan a, ടാനും കോട്ടിനും റിലേഷൻ ഉണ്ടല്ലോ. tan a മൈനസ് കോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണ് 1/tan b ആണ്. 1/tan b ഡിവൈഡഡ് ബൈ tan b ഇവിടെ ഓൾറെഡി ഉണ്ട്. tan b മൈനസ് കോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് 1/tan a ആണ്. ആണല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേ. ന്യൂമറേറ്ററിൽ എന്ത് വരും? tan a മൈനസ് tan b അല്ലെ. ന്യൂമറേറ്ററിൽ എന്താ വരിക? tan a മൈനസ് tan b അല്ലെ. tan a മൈനസ് tan b മൈനസ് 1. സോറി, tan a മൈനസ് tan b അല്ല, tan a ഇൻറ്റു tan b അല്ലേ. tan a ഇൻറ്റു tan b, tan a ഇൻറ്റു tan b മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? tan b. ഇനി ഡിനോമിനേറ്ററിൽ എന്താ വരിക? tan a മൈനസ് tan b അല്ലെ. tan b ഇൻറ്റു tan a മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? tan a. ഇതാണല്ലോ വരുന്നത്. എടാ നമുക്കറിയാം, എന്തറിയാം? ഇവിടെ tan a tan b മൈനസ് 1, ഇവിടെയും tan a tan b മൈനസ് 1. ഇവിടെ രണ്ട് സ്ഥലത്തും tan a tan b മൈനസ് 1 വെട്ടിപ്പോയി. ബാക്കി എന്ത് വന്നു? 1/tan a അല്ലേ. ഇവിടെ എന്ത് വരും? 1/tan b ഇൻറ്റു ഈ tan a മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1/tan a എന്ന് പറയുന്നത് tan a മാറും. tan a ഡിവൈഡഡ് ബൈ tan b എന്ന് പറയുമ്പോൾ tan a ഇൻറ്റു 1/tan b എങ്ങനെ എഴുതാം? കോട്ട് ബി എന്ന് എഴുതാം. സോ tan a ഇൻറ്റു കോട്ട് ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. അതായത് എന്ത് ചെയ്യരുത്? ഈ സ്റ്റെപ്പ് എഴുതരുത്. കാരണം എന്താ? എടാ മനസ്സിലാക്കണം, tan aയും tan bയും മൾട്ടിപ്ലൈ ചെയ്ത് -1 ആണ് ന്യൂമറേറ്ററിൽ. tan aയും tan bയും മൾട്ടിപ്ലൈ ചെയ്ത് -1 ആണ് ന്യൂമറേറ്ററിൽ. രണ്ടും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേപോലെയുള്ള ടേമുകൾ വരികയാണെങ്കിൽ വെട്ടിക്കളയണം. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 1/tan b വരും. ഇവിടെ ഡിനോമിനേറ്ററിലും 1/tan a വരും. അതുകൊണ്ട് എന്താ പറയാം, നമുക്ക് ഇതിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ tan a ഡിവൈഡഡ് ബൈ tan b എന്ന് പറയുന്ന നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും. ഗോട്ട് ഇറ്റ്? സോ ദിസ് ഇസ് റൈറ്റ് ആൻസർ. ഈ സ്റ്റെപ്പ് എഴുതരുത്. ഇത് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷന് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതരുത്. സോ ദ സോൾവ് ദിസ് വൺ. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. വെരി 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 അപ്ഡേറ്റഡ് ആൻഡ് ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ. sin a മൈനസ് 2 sin ക്യൂബ് a ഡിവൈഡഡ് ബൈ 2 cos ക്യൂബ് a മൈനസ് cos a പ്ലസ് റൂട്ട് ഓഫ് cosec സ്ക്വയർ a മൈനസ് a 1. ഇത് ഓർമ്മയുണ്ടായിരിക്കും. പിന്നെയും cosec സ്ക്വയർ a മൈനസ് 1 എന്ന് പറയുന്ന ഈ ഒരു റിസൾട്ട് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ. അറിയാം ഇതിന്റെ റിസൾട്ട് എന്താണ്? ഇതെന്ന് പറയുമ്പോൾ cosec സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ 1 ആണ്. cosec സ്ക്വയർ തീറ്റ ആ ഒന്നിനെ ഇങ്ങോട്ട് കൊടുത്താൽ -1 ആയി. ഈ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ കോട്ട് സ്ക്വയർ തീറ്റയായി. സോ ദിസ് ഇസ് വാട്ട്? റൂട്ടിന്റെ ഉള്ളിലാണ്. റൂട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കോട്ട് എ എന്ന് പറയാം. കോട്ട് സ്ക്വയർ എ ആണ് വരിക. റൂട്ടിന്റെ ഉള്ളിലെ പുറത്തേക്ക് എടുക്കുമ്പോൾ കോട്ട് എ. ഇതിന്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? മൊത്തം വാല്യൂ എന്ന് പറയുന്നത് കോട്ട് എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ടൈം നോക്ക്. ഈ എക്സ്പ്രഷൻ എന്താ വരുന്നത്? sin a മൈനസ് 2 sin സ്ക്വയർ എ. sin a കോമൺ ആക്കി എടുത്തോ. sin a ന്യൂമറേറ്ററിൽ കോമൺ ആക്കി എടുത്തു. എന്ത് വന്നു? 1 മൈനസ് 2 sin സ്ക്വയർ എ. 1 മൈനസ് 2 sin സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? 2 cos സ്ക്വയർ എ മൈനസ് കോസ് എ. രണ്ടിലും എന്തുണ്ട്? കോസ് എ ഉണ്ട്. കോസ് എനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 2 cos ക്യൂബ് അല്ലെ കോസ് സ്ക്വയർ എ -1 വരും. ക്ലിയർ അല്ലേ? എടാ ഇവിടെ നോക്കടാ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നമുക്കെല്ലാം മനസ്സിലാവും. ശ്രദ്ധിച്ചോ, നോക്കിക്കോട്ടോ. 1 മൈനസ് 2 sin സ്ക്വയർ എന്ന് പറഞ്ഞാലും 2 cos സ്ക്വയർ എ -1 എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ എക്സ്പ്രഷൻ ആണ്. എന്താണ്? cos 2a ആണ്. ഇത് cos 2a ആണിത്. ഇത് cos 2a യാ. ഇതും cos 2a യാ. cos 2a രണ്ട് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. രണ്ടും cos 2a ആണ്. സോ ദീസ് ടു വാല്യൂസ് ആർ ഗെറ്റ് ക്യാൻസൽഡ്. sin a ഡിവൈഡഡ് ബൈ cos a. sin a ഡിവൈഡഡ് ബൈ cos എന്ന് പറയുമ്പോൾ എന്താണ്? tan a ആണ്. tan a പ്ലസ് എന്ത് വരും? ഈ വാല്യൂ എന്താ? കോട്ട് എ ആണ്. ഓക്കെ അല്ലേ? tan a പ്ലസ് കോട്ട് എ. അടുത്ത ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഓർത്ത് വെച്ചോ. tan a പ്ലസ് കോട്ട് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് റിസൾട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ sin a ഇൻറ്റു കോസ് എ. sin a ഇൻറ്റു കോസ് എ എന്ന് പറയുന്നത് എന്താണ്? tan a പ്ലസ് കോട്ട് എ ആണ്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് 1 ബൈ sin a എന്ന് പറയുമ്പോൾ എന്താണ്? cosec a. ഓക്കെ, 1 ബൈ കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? sec a. ഇതും എന്താണ്? ഈ tan a പ്ലസ് കോട്ടയുടെ രണ്ട് ഇക്വേഷൻസ് ആണ്. ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? നമുക്കറിയണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. 1 ബൈ sin a cos a, cosec a ഇൻറ്റു sec a. ഈ രണ്ട് ഇക്വേഷൻസും ആരുടെയാണ്? tan a പ്ലസ് കോട്ടയുടെയാണ്. ഇവിടെ ഏതാ തന്നിരിക്കുന്നത്? ഈ രണ്ടെണ്ണത്തിൽ ഏതാ തന്നിരിക്കുന്നത്? tan a പ്ലസ് കോട്ട എന്ന് പറയുമ്പോൾ sec a ഇൻറ്റു cosec a. sec a ഇൻറ്റു cosec a. ഓപ്ഷൻ ബി ഇതാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. പക്ഷേ ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെക്കണം. ഇക്വേഷൻസ് ഓർക്കുക, റിസൾട്ടുകൾ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എന്താണ്?
നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നതും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നിർബന്ധമായിട്ടും കാണണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന SSC CGL CHS RRBയുടെ എക്സാമുകൾ, ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക്, ഈ എക്സാമുകൾക്കെല്ലാം ചോദിക്കാൻ പോകുന്നത് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നുണ്ടായിരിക്കുക. ഇത് സോൾവ് ചെയ്യുന്നവരായിരിക്കും സർവീസിൽ ഇരിക്കുന്നുണ്ടായിരിക്കുക. എല്ലാവരും, ഞാൻ പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്, എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ടൈപ്പും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് അവരെക്കാളും ഒരു പടി മുന്നിൽ നമ്മളെത്തുള്ളൂ. ഓക്കെ, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരിക്കണം, പക്ഷെ ഇതാണ് റിയാലിറ്റി. അല്ലാതെ ഷുഗർ കോട്ട് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയുള്ള മക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതേ ചോദിക്കുമോ, കംപ്ലീറ്റ് ബ്ലണ്ടറായി പോകും. അങ്ങനെയല്ല. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലെത്തിയിട്ട് പേപ്പർ കാണുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതൊന്നല്ലല്ലോ പഠിപ്പിച്ചേ, ഇതൊന്നല്ലല്ലോ ഞാൻ പഠിച്ചേ, ചോദ്യം വന്നത് ഇങ്ങനെയാണല്ലോ. സോ അങ്ങനെ ആയിരിക്കരുത്. കാരണം എപ്പോഴും എക്സാം ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ്. ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ആവറേജ് എടുക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. സോ മറക്കണ്ട, മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്താ വരുന്നത്? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. കോട്ടെ പ്ലസ് കോസ് എ ഈക്വൽ ടു പി, കോട്ടെ മൈനസ് കോസ് എ ഈക്വൽ ടു ക്യൂ. എടാ ഇത് നോക്കുമ്പോഴേ മനസ്സിലാവണം ഇത് എന്ത് ഫോർമാറ്റിലാണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു പി ആണ്. അതേ എക്സും അതേ വൈയും മൈനസ് ആണ്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ? ശ്രദ്ധിച്ചോ, പി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ് പി എന്ന് പറയുന്നത്. ക്യൂ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ പി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? മനസ്സിലാക്കി വെക്കണം. ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. എടാ ഞാൻ പറഞ്ഞില്ലേ, ഓൾജിബ്രയുടെ ബേസിക് ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് ട്രിഗണോമെട്രിയിൽ ചോദിക്കുന്നത്. അവിടെ എക്സും വൈയും ആണെങ്കിൽ ഇവിടെ സൈനും കോസും ടാനും കോസിക്കും സീക്കും കോട്ടും. അത്രേ ഉള്ളോന്നല്ല, ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓൾജിബ്ര പഠിക്കുക, നല്ല ഇന്റൻസീവ് ആയിട്ട് ഇക്വേഷൻസ് ഒക്കെ കണ്ടപാടെ ഓർമ്മയിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക. നേരെ ട്രിഗണോമെട്രിയിൽ വരിക, ആ ഇക്വേഷൻസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ റിസൾട്ട് ഓർത്ത് വെക്കണം. എക്സ്പാൻഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് തന്നെയാണ്. എന്താണ് റിസൾട്ട് വരുന്നത്? 4 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇതാണ് റിസൾട്ട്. അതായത് 4 ഇൻറ്റു ഫസ്റ്റ് ടൈം ഇൻറ്റു സെക്കൻഡ് ടൈം. അതായത് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് എന്ന് പറയുമ്പോൾ കോട്ട് എ ആണ്. വൈ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് എ ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ആൻസർ. പക്ഷെ എന്താണ് ഇവിടെ കോട്ടിന്റെയോ കൊസീക്കിന്റെയോ ഫോർമാറ്റിലല്ല തന്നിരിക്കുന്നത്. എന്തിന്റെ ഫോർമാറ്റിലാ? പിയുടെയും ക്യൂവിന്റെയും ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലെ? പി ക്യൂ എന്ന് പറയുന്ന ടൈം എന്തായാലും ഉണ്ട്. റൂട്ടിന്റെ ഉള്ളിലെ പി ക്യൂ എന്ന് പറയുന്ന ടൈം ഉണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്തു. എന്താണ് ഈ പി ക്യൂ? പിയും ക്യൂവും മൾട്ടിപ്ലൈ ചെയ്തു. പി എന്ന് പറയുമ്പോൾ കോട്ട് എ പ്ലസ് കോസ് എ, ക്യൂ എന്ന് പറയുമ്പോൾ കോട്ട് എ മൈനസ് കോസ് എ. ഇതാണല്ലോ സംഭവം. ഞാനിത് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? സോ എ പ്ലസ് ബി, എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. കോട്ട് സ്ക്വയർ മൈനസ് എന്താണ്? കോസ് സ്ക്വയർ ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, ഇതാണ് പി ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കോട്ട് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ അടുത്ത റിസൾട്ട് ആണ്. നിങ്ങൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ മനസ്സിലാക്കിക്കോ. എന്താണ്? കോട്ട് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ ആയിരിക്കും ഇതിന്റെ റിസൾട്ട്. മനസ്സിലാക്കി വെക്കണം. അതായത് നമുക്ക് അറിയേണ്ടത് എന്താണ്? നമുക്കറിയേണ്ടത് കോട്ട് എ ഇൻറ്റു കോസ് എ ആണ് അറിയേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? കോട്ട് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ ആണ് കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അതായത് ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. സോ ദിസ് ഇസ് വാട്ട്? 4 ഇൻറ്റു കോട്ടെ ഇൻറ്റു കോസെ എന്ന് പറയുമ്പോൾ റൂട്ട് പി ക്യൂ ആണ്. കാരണം ഇതിന്റെ ആൻസർ കോട്ടെ ഇൻറ്റു കോസെ ആണ്. അത് റൂട്ട് പി ക്യൂ ആണ്. 4 ഇൻറ്റു റൂട്ട് പി ക്യൂ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. ഇവിടെ 4th റൂട്ട് അല്ല കേട്ടോ, 4 എന്നാണ്. 4 ഇൻറ്റു റൂട്ട് പി ക്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്തു പഠിക്കേണ്ടത്. ഇതെല്ലാം ഓർത്തിരിക്കണം, ഇതെല്ലാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ട്രിഗണോമെട്രി നമ്മൾ വളരെ ബേസിക് ആയിട്ട് നല്ല കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഫിൽട്ടർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളതും. ഞാനിതിൽ ALPയിലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്,
അതിന്റെ CBT 1-നും CBT 2-നും ചോദിച്ചിട്ടുള്ള ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കാണണം, അത്രയാണ് നമുക്ക് പറയാനുള്ളത്. കാണണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയണം. ഇതിന്റെ ബേസിക് ലെവൽ ക്ലാസ്സുകളായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ NTPC എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പതുക്കെ ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ എന്താ പറയാ തറ പറ എന്ന് പറഞ്ഞ് പഠിക്കുന്ന പോലെ തന്നെ ട്രിഗണോമെട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ലെങ്തി ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതേപോലെ ഏത് വീഡിയോസ്, ഏതൊക്കെ ടോപ്പിക്കുകളുടെ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടന്റ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടെ നിങ്ങൾ ഈ വീഡിയോന് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിങ്ങളുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. കാരണം നിങ്ങൾക്കാണ് ഇത്രയും ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുകളും മനസ്സിലാക്കി പഠിച്ച് എക്സാം എഴുതേണ്ടത്. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഏത് ടൈപ്പ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് എന്ത് തരത്തിലുള്ളത് വേണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു ജേണി കുറച്ചും കൂടെ നമുക്ക് സ്മൂത്ത് ആയിരിക്കും. കാരണം നിങ്ങൾ പറയുന്നു, ഞാൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഡിമാൻഡ് ചെയ്യാം എന്ത് ടോപ്പിക്, എന്ത് ക്ലാസ് ആണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അത് ഈ വീഡിയോന് താഴെ കമന്റുകളായിട്ട് പറയണം. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ ആൻഡ് ബൈ. താങ്ക് യു ഓൾ.